ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിന്നൊരു വീഡിയോ ഇട്ട് വന്നതാ. ഇറ്റ് ഈസ് സോ സിമ്പിൾ ബിക്കോസ് പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഇത് നമ്മളൊരു 2.5 years എടുത്ത് പണിത നമ്മുടെ രണ്ടാം നിലയുടെ സ്റ്റോറിയാണ് നമുക്ക് പറയാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ കുഞ്ഞിതായിരുന്ന സമയത്ത് നമുക്കൊരു ഇൻട്രോ പോലെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച ഒരു പോർഷൻ. സോ കുഞ്ഞിതായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ 2 നില വീട്, അങ്ങനത്തെ ഒക്കെ ഭയങ്കര സ്വപ്നമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് 22 വയസ്സായി. സോ ഈ ഒരു ടൈമിൽ എനിക്ക്, അതായത് ഇതിപ്പോൾ ഞാൻ പറയണത് എൻ്റെ പൈസ കൊണ്ട് അങ്ങനെയല്ല കേട്ടോ, പക്ഷെ ഞാനും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു വീട് പണിയാൻ പറ്റുന്നുള്ളത് എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഗൈസ്. ഒരു വീട് പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്ന പോലെ തന്നെയാണ്. ബിക്കോസ് അത് ഒരു വലിയൊരു പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നു പൈസ ഉള്ളതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം, പക്ഷെ ആസ് എ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ അതത്ര ഈസി അല്ല കാര്യം. സോ ഇതിൻ്റെ പുറകെയുള്ള പേപ്പർ വർക്ക്സും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പഠിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഒരു വീട് പണിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങാം, പിന്നെ അങ്ങനെ പല അക്ഷയ, അങ്ങനെ പല സ്ഥലങ്ങൾ നമ്മൾ കുറേ പരിചിതമാവും ബേസിക്കലി. പിന്നെ നമുക്ക് കിട്ടുന്ന കുറേ പണിക്കാർ, അവർ നല്ല പണിയും തന്നിട്ടേ പോവുള്ളൂ. ബിക്കോസ് നമുക്ക് ഇപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ നമ്മുടെ വീട് പണി തുടങ്ങി 2004 സോ നമ്മുടെ 2004 നമ്മൾ വീട് പണി തുടങ്ങി. ആക്ച്വലി മേസ്തിരി, അതായത് വീട് പണിയുന്ന ആൾക്കാരും അവരൊക്കെ അടിപൊളിയാണ്. കാരണം അവർ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഫാസ്റ്റാക്കി തന്നെ പണിയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൈസ ഷോർട്ടേജ് ഒക്കെ വന്നതുകൊണ്ടാണ് കുറച്ചുകൂടി സമയം പോയത്. അല്ലെങ്കിൽ അവർ അടിപൊളി പക്കയായിട്ട് ചെയ്യുമായിരുന്നു. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ പ്ലംബിങ്ങും കുഴപ്പമുണ്ടായില്ല ഏകദേശം. പിന്നെ വന്നത് നമുക്ക് ഇലക്ട്രിക്കലും കുഴപ്പമില്ല. പിന്നെ ഈ ആൾക്കാരെ വിളിച്ച് നമുക്ക് മതിയാവും, കാരണം കുറേ പ്രാവശ്യം വിളിച്ച് ഇത് ശരിയാവത്തുള്ളൂ, അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് വന്നത് പെയിന്റ് അടി എന്ന് പറഞ്ഞാൽ എൻ്റെ കസിനാണ് പെയിന്റ് അടിച്ചത്. ആക്ച്വലി കസിനാണെന്ന് പറയണില്ല, നല്ല മെനകേടായിട്ടാണ് അടിച്ചത്. ഇഷ്ടപ്പെട്ടില്ല. അതായത് നമ്മള് മറ്റേ ഫസ്കോഡ് അടിക്കില്ല, ഫസ്കോഡിലെല്ലാം എന്താ പറയണേ, പെയിന്റ് അടിക്കണില്ല. പെയിന്റ് അടിന് മുന്നേ നമ്മള് വൈറ്റ് വാഷ് ചെയ്യും. വൈറ്റ് വാഷ് തന്നെ 2 പ്രാവശ്യം കൊണ്ട് പിന്നെ അടിച്ചു ചെയ്യണം. അതുപോലെ എനിക്കാണെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ മെയിൻ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീട് പണി ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അറിയുന്ന ആൾക്കാരോ റിലേറ്റീവ്സോ അങ്ങനത്തെ ആരും വിളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ ടൈലിൻ്റെ പണിയെന്ന് നമ്മൾ വേറൊരു പ്രശ്നം പറയാം. പക്ഷെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ചെയ്യുന്നത്. അത്യാവശ്യം പെട്ടെന്നും ചെയ്യാനൊക്കെ പറ്റും. അതും അങ്ങനെയും ഉണ്ട്, 2 തരത്തിലുണ്ട്, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ അപ്പോൾ എക്സൈറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചുതരാം ഞാൻ. അപ്പം അത്രേ ഉള്ളൂ. ഇതൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാ. സോ അപ്പം കണ്ടിട്ട് മതി. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബിക്കോസ് ഇതെൻ്റെ യൂട്യൂബ് ഇങ്ങനെ വളർന്നു വരുന്നത്. എനിക്കൊന്നും ഈ ഒരു വീഡിയോ ഇങ്ങനെ ഫസ്റ്റത്തെ മൈക്ക് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ പുതിയതായിട്ട് മേടിച്ച് മൈക്കാണ് ഗൈസ്. ഇന്നുപോലെ പൈസ ഒന്നും ഇല്ല, ഞാൻ ഇത് ഓൾറെഡി ഷോർട്സിലങ്ങനെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. സോ അപ്പം അത്രേ ഉള്ളൂ. പ്ലീസ്
ഗസ്റ്റ് റൂമാണ് ഇതിൽ വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത് ഈ റൂമിലാണ്. ദെൻ അത് കഴിഞ്ഞ് അത്യാവശ്യം ഒക്കെ പരിപാടികളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഇലക്ട്രിസിറ്റി പാഴാക്കരുതല്ലോ, അതുകൊണ്ട് നമ്മൾ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്ത് നമ്മൾ ഇത് അടുത്തൊരു ബാത്റൂമാണ്, ദാറ്റ് ഇസ് കോമൺ ബാത്റൂം. ദെൻ ഇത് വലിയൊരു മാസ്റ്റർ ബെഡ്റൂം